ജൂലൈ 28 17-ാം ആഴ്ചയിലെ ചൊവ്വാഴ്ച. മത്തായി 13:36 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് തിരുസഭ, പ്രത്യേകിച്ച് കേരളത്തിലെ സഭ, വിശുദ്ധ അൽഫോൺസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. കത്തോലിക്ക സഭ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജയായ സ്ത്രീയും സീറോ മലബാർ കത്തോലിക്ക സഭയിലെ ആദ്യത്തെ വിശുദ്ധയുമാണ് അൽഫോൺസാമ്മ. കേരളത്തിലെ കുടമാളൂരിൽ ജനിച്ച അൽഫോൺസ ചെറുപ്പത്തിൽ തന്നെ ഫ്രാൻസിസ്കൻ ക്ലാരിസ് സഭയിൽ ചേർന്നു. ഒരു അധ്യാപികയായി സേവനമനുഷ്ഠിച്ച അവർ ജീവിതത്തിലുടനീളം നിരവധി ആരോഗ്യ വെല്ലുവിളികൾ നേരിട്ടു. ശാരീരിക ക്ലേശങ്ങൾക്കിടയിലും ആത്മീയ ഭക്തിക്കും സന്തോഷകരമായ പെരുമാറ്റത്തിനും പേരുകേട്ടവരായിരുന്നു അവർ. ലാളിത്യവും വിശ്വാസത്തോടുള്ള ആഴമായ പ്രതിബദ്ധതയും അൽഫോൺസായുടെ ജീവിതത്തെ അടയാളപ്പെടുത്തി. 1946 അൽഫോൺസ മരിച്ചതിന് ശേഷം പലരും അവരുടെ മധ്യസ്ഥതയിൽ അത്ഭുതങ്ങൾ വിവരിക്കാൻ തുടങ്ങി. 2008 ഒക്ടോബർ 12 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അൽഫോൺസായെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വിശുദ്ധയായി അവർ. ഭരണങ്ങാനത്തുള്ള വിശുദ്ധ അൽഫോൺസാമ്മയുടെ ശവകുടീരം ധാരാളം ഭക്തരെ ആകർഷിക്കുന്നു. അത് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുന്നു. സീറോ മലബാർ കത്തോലിക്ക സഭയിൽ എല്ലാ വർഷവും ജൂലൈ 28 അൽഫോൺസാമ്മയുടെ തിരുനാൾ ആചരിക്കുന്നു. ഇന്നത്തെ സുവിശേഷ വായനയിൽ വയലിലെ കളകളെക്കുറിച്ചുള്ള ഉപമ വിശദീകരിക്കാൻ ശിഷ്യന്മാർ യേശുവിനോട് ആവശ്യപ്പെടുന്നു. മനുഷ്യപുത്രൻ വയലുകളിൽ നല്ല വിത്ത് മാത്രമേ വിതയ്ക്കുന്നുള്ളൂ എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. നല്ല വിത്തുകൾ രാജ്യത്തിൻ്റെ മക്കളാണ്. അവ സമൃദ്ധമായി ഫലം കായ്ക്കുന്നു. പിന്നെ യേശു തൻ്റെ ശിഷ്യന്മാരോട് വയലിലെ കളകൾ ദുഷ്ടൻ്റെ മക്കളാണെന്ന് പറയുന്നു. കളകൾ വിതയ്ക്കുന്ന ശത്രു പിശാചാണ്. വിളവെടുപ്പ് സമയമാകുമ്പോൾ കളകൾ വെട്ടിമാറ്റി ശേഖരിച്ച് കത്തിച്ചു കളയണം. നമ്മളിൽ ആരെങ്കിലും മോശം വിളവ് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നിരുന്നാലും കളകൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്നത് നാം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അവയുടെ സാന്നിധ്യത്തെക്കുറിച്ച് നാം ബോധവാന്മാരല്ലെങ്കിൽ അവ നമുക്കോ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾക്കോ ഏതെങ്കിലും തരത്തിൽ വേദനയോ നിരാശയോ നാശമോ ഉണ്ടാക്കാൻ തുടങ്ങിയേക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്വയം ചോദിക്കുക, എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ കളകൾ വിതയ്ക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഗോതമ്പാണോ? എൻ്റെ ജീവിതത്തിലെ ഏതൊക്കെ മേഖലകളിലാണ് കളകളെക്കാൾ കൂടുതൽ ഗോതമ്പുള്ളതായി തോന്നുന്നത്? എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.